ശ്രീ സലീം മടവൂർ, നിങ്ങളുടെ പാർട്ടി എന്തിനാണ് മന്ത്രിസ്ഥാനം ചോദിച്ച് LDF-ലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? ശ്രേയാംസ് കുമാർ നേരിട്ട് തന്നെ LDF യോഗത്തിൽ പങ്കെടുത്ത് മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാൻ പോകുന്നുവെന്നാണല്ലോ വാർത്ത വരുന്നത്. ശരിയാണോ അത്? അല്ല, പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന കൗൺസിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രാതിനിധ്യമുള്ള ഏക രാഷ്ട്രീയ പാർട്ടി, മന്ത്രിസ്ഥാനം നിഷേധിച്ച ഏക രാഷ്ട്രീയ പാർട്ടി LJD ആണ്. ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മന്ത്രിസ്ഥാനത്തിന് അർഹതയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പൊ ജനതാദൾ എസിൽ ലയിച്ചാലും, അങ്ങനെ ലയിച്ചാൽ രണ്ട് ജനതാദളും ഒന്നായിരുന്ന കാലത്ത് 1987 രണ്ട് മന്ത്രിമാരെ കെ ചന്ദ്രശേഖരനെയും NM ജോസഫിനെയും മന്ത്രിമാരായി തന്നിട്ടുണ്ട്. അതിനുശേഷം 91, 96 മന്ത്രിസഭയിൽ 14 മന്ത്രിമാരുള്ളപ്പോ ശ്രീ PR കുറുപ്പിന് അദ്ദേഹത്തിന് വനവും ദേവസ്വവും അതേപോലെ തന്നെ ഗതാഗതം ഈ ധാരാളം വകുപ്പുകളുള്ള ഒരു മന്ത്രിയായിരുന്നു. രണ്ട് മന്ത്രിമാരുടെ വകുപ്പുകൾ ഒന്നിച്ചുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ജനതാ പ്രസ്ഥാനത്തിന് രണ്ട് മന്ത്രിമാർക്കുള്ള അർഹതയുണ്ട്. അതിന് രാഷ്ട്രീയമായി സ്വാധീനമുണ്ട്. ഞങ്ങളുടെ പല സമ്മേളനങ്ങളും അതേപോലെ തന്നെ ഞങ്ങളുടെ പരിപാടികളും ഒക്കെ തന്നെ വീക്ഷിക്കുന്ന നിങ്ങൾക്കും അറിയാം, പ്രാദേശികമായി സ്വാധീനമുള്ള നിങ്ങളുടെ പാർട്ടി അധ്യക്ഷന് തന്നെ അങ്ങനെ ഒരു താല്പര്യം ഇല്ലായിരുന്നു എന്നാണ് കേട്ടോ അണിയറ കഥകൾ വരുന്നത്. നിങ്ങളുടെ MLA KP മോഹനെ മന്ത്രിയാക്കാൻ നിങ്ങളുടെ പാർട്ടി അധ്യക്ഷന് താല്പര്യമില്ല. കേരളത്തില് അത് ഞാനത് വിശദീകരിക്കാം. അത് കുറെ കാലമായി കേരളത്തിൽ അത്തരം ഒരു രാഷ്ട്രീയ പ്രചരണം നടന്നു വരുന്നുണ്ട്. അദ്ദേഹം കേരളത്തിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം ആ അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ സ്വന്തം പാർട്ടിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് ചിന്തിക്കുമോ? ആ പാർട്ടിയുടെ അവസ്ഥ. അതുകൊണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ പാർട്ടിക്ക് ആ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. LDF-ൽ ഇപ്പോൾ കഴിഞ്ഞ കൗൺസിലിൽ തന്നെ മന്ത്രിസ്ഥാനം പാർട്ടിക്ക് വേണമെന്ന് പാർട്ടിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ലെങ്കിലും ആ യോഗത്തിൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് ശ്രീ ശ്രേയാംസ് കുമാറാണ്. അപ്പൊ മന്ത്രിസ്ഥാനം വെറുതെ നിങ്ങളൊക്കെ ആവശ്യപ്പെട്ടത് കൊണ്ട് വെറുതെ LDF യോഗത്തിൽ ഒന്ന് പങ്കെടുത്ത് പറയുക എന്നുള്ളതല്ലേ ഉള്ളൂ. അതിനപ്പുറം അല്ലല്ല, അത് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ, അദ്ദേഹം ഇടപെടുന്ന കാര്യങ്ങൾ ഗൗരവമായിട്ട് അപ്പൊ കൗൺസിൽ ക്ഷമിക്കണം, മന്ത്രിസ്ഥാനം വേണം, ആവശ്യപ്പെടണം എന്നുള്ള ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പൊ അത് ഗൗരവമായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ അദ്ദേഹം പോകുന്നില്ലെങ്കിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾ ആവശ്യപ്പെടുക, LDF അതിന് അനുകൂലമായിട്ട് പാർട്ടിയുടെ കേരളത്തിൽ പ്രത്യേകിച്ച് LJD-യുടെ രാഷ്ട്രീയമായ സ്വാധീനം, അതുപോലെ ത്രിതല പഞ്ചായത്തിലൊക്കെ തന്നെ ഞങ്ങൾക്ക് തോൽക്കുന്ന സീറ്റുകൾ തന്നിട്ട് പോലും മറ്റ് രാഷ്ട്രീയ, അതായത് CPM, CPI, കേരള കോൺഗ്രസ് പാടി കഴിഞ്ഞാൽ കൂടുതൽ സീറ്റുകൾ നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളുടേത്. ത്രിതല പഞ്ചായത്ത് പരിശോധിച്ചാൽ ഞങ്ങൾക്ക് തോറ്റ സീറ്റുകളാണ്, കാരണം മുന്നണി മാറി വന്നതുകൊണ്ട് LDF നേരത്തെ തോറ്റ സീറ്റുകളാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ആ സീറ്റിൽ വിജയ സാധ്യത കുറവുള്ള സീറ്റായിട്ട് പോലും LDF-ലെ 4ാമത്തെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് സീറ്റുകൾ ജയിച്ചു വന്നത് ഞങ്ങളുടെ പ്രാദേശിക സ്വാധീനത്തിന്റെ തെളിവാണ്. ഇതൊക്കെ വിലയിരുത്തുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPM. നിങ്ങളോട് പോയി JDS ലയിക്കാൻ പറഞ്ഞുവല്ലോ, നിങ്ങൾ രണ്ടും ഒന്നിച്ചു നിന്നാൽ അതാണ് CPM-ന്റെ നയം. അല്ല, CPM-ന്റെ നയം അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. JDS ആണെങ്കിൽ 5 വർഷവും ഭരിക്കും, ഒരേ ആൾ തന്നെ ഭരിക്കുമെന്നാണ്. മഞ്ജുഷ് അങ്ങനെ ലയിക്കണമെങ്കിൽ CPM-നും CPI-ക്കും ലയിച്ചൂടെ? കേരള കോൺഗ്രസ് 3 എണ്ണമല്ലേ, അവർക്ക് ലയിച്ചൂടെ? ഈ പാർട്ടികൾക്കൊക്കെ ലയിച്ചൂടെ? കേരള ഞങ്ങൾക്ക് മാത്രമായി അല്ല, ജനതാദളിന് മാത്രം അങ്ങനെയൊന്നും CPM ആവശ്യപ്പെടില്ല. അങ്ങനെയാണ് എല്ലാവരും സ്വയം മാതൃകയാവണ്ടേ, എല്ലാവരും ലയിക്കണ്ടേ? അതിനൊന്നും ലയിക്കുന്നില്ലല്ലോ. ജനതാദൾ മാത്രം ലയിച്ചത് കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയം മാറും? അങ്ങനെ മാറാനും പോകുന്നില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി ഇപ്പോൾ ലയിക്കാൻ പറ്റിയ സാഹചര്യവുമില്ല. ലയനത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു, അതിനുള്ള ആഗ്രഹങ്ങളുണ്ട്. എല്ലാ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഒന്നായിക്കൊണ്ട് ആ നിലക്ക് മുന്നേറണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതൊരു യോജിപ്പിനുള്ള ശ്രമം വേണം. അല്ലാതെ മന്ത്രിസ്ഥാനത്തിന് യോജിക്കണമെന്നുള്ളത് അത് അംഗീകരിക്കാൻ പറ്റാത്ത. അതേസമയത്ത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ യോജിക്കണം എന്നുള്ളതിനോട് ഞങ്ങൾ വളരെ തുറന്ന സമീപനമാണ്. എല്ലാ ജനതാ പ്രസ്ഥാനങ്ങളും യോജിച്ച് ഒരൊറ്റ പാർട്ടിയാവുന്നത് സ്വാഭാവികമായി നല്ലതാണ്. ആ നിലക്ക് ജനതാദളും LJD-യും ഒക്കെ തന്നെ ചർച്ചകൾ ചെയ്തതാണ്. ആ ചർച്ചകൾ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അല്ലാതെ മന്ത്രിസ്ഥാനത്തിന് യോജിക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ NCP-യും കോൺഗ്രസും ലയിക്കണം. അതേപോലെ കേരള കോൺഗ്രസ് മാണിയും അതേപോലെ തന്നെ കേരള കോൺഗ്രസ് B, സ്കറിയ തോമസ്, ഈ പാർട്ടികളൊക്കെ തന്നെ ലയിക്കണം. അപ്പൊ അവർക്കൊന്നും ഇല്ലാത്തൊരു നിയമം ഞങ്ങളോട് പറയുന്നത് വിശ്വസിക്കാൻ അത്ര ബുദ്ധികളല്ല ഞങ്ങൾ. അപ്പോ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട്. അത് LDF പോസിറ്റീവായി ചിന്തിക്കും, അത് തീരുമാനം എടുക്കും തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഒഴിവ് ഇല്ല മന്ത്രിസഭയിൽ. അതുകൊണ്ട് നിങ്ങൾ വെറുതെ പോയി ചോദിക്കാം, പോരാം, അത്രേ ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അല്ല, അത് CPM അക്കാര്യത്തിൽ LDF ചർച്ച ചെയ്ത് തീരുമാനം എടുക്കട്ടെ. അതിൽ പോസിറ്റീവായ തീരുമാനം ഉണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ശരി, നല്ല തീരുമാനം ഉണ്ടാവുന്നില്ല. ശ്രീ KP നൗഷാദ് അലി, അപ്പോൾ